ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു യാത്രയുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. നാട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ് കേട്ടോ. പക്ഷെ നമ്മളല്ല പോകുന്നത്, കാക്കൂൻ്റെ ഫ്രണ്ടാണ് കേട്ടോ നാട്ടിലേക്ക് പോകുന്നത്. അപ്പം അവരെ കൊണ്ടുവിടാനായിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോയിരുന്നു കേട്ടോ. കാക്കു അവരെ കൊണ്ടാക്കാൻ എയർപോർട്ടിൽ പോകാറുണ്ടപ്പോൾ ഞാനും മക്കളും കൂടെ പോയിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഹമ്മാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഭംഗിയുള്ളൊരു എയർപോർട്ടാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നത് ലോകത്തിൽ വെച്ച് 7ാം സ്ഥാനമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ വലിയ എയർപോർട്ടുകളിൽ 7ാം സ്ഥാനമാണെന്ന് തോന്നുന്നുണ്ട് ഹമ്മാദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് കേട്ടോ. ശരിയാണോയെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. പാർക്കിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ചെറുപ്പം മുതൽ തന്നെ എനിക്കൊക്കെ കേട്ടോ അങ്ങനെയുള്ള ആളുകൾ കുറേ ആളുകളുണ്ടാവും കേട്ടോ. എയർപോർട്ട് കാണുക, ഫ്ലൈറ്റ് കാണുക വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മളെ കുടുംബത്തിൽ തന്നെ ആരെങ്കിലുമൊക്കെ പിന്നെ ദുബായിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടാക്കാൻ പോകാനൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് എന്താണെന്ന് നമുക്ക് വലുതാകുമ്പോൾ നമുക്ക് അറിയുള്ളൂ. പോകുന്നതിൻ്റെയൊക്കെ ഒരു വേദന എന്താണെന്ന് നമുക്ക് ഇപ്പോഴേ അറിയുള്ളൂ. പക്ഷേ ചെറുപ്പത്തിൽ നമുക്കതൊന്നും അറിയില്ല. നമുക്കപ്പോൾ എന്താണ് എയർപോർട്ട് കാണാം, ഫ്ലൈറ്റ് കാണാം എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ പോകും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോഴും എയർപോർട്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊന്നും സെറ്റാക്കിയില്ല. എൻ്റെ റൂമിൽ നിന്ന് ഷോപ്പ് അടച്ച് കാക്കു വന്നപ്പോൾ തന്നെ കുറേ സമയമായിരുന്നു കേട്ടോ. പിന്നെ എയർപോർട്ടിൽ എത്തിയതിൻ്റെ ശേഷമാണ് ലഗേജും കാര്യങ്ങളൊക്കെ ഒന്ന് റാപ്പ് ചെയ്താണ് സെറ്റാക്കിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 4 മണിയായപ്പോൾ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ അത്. പിന്നെ അധികം തിരക്കും ബഹളങ്ങളൊന്നും ഇല്ല കേട്ടോ. എയർപോർട്ടിൻ്റെ ഏത് സമയത്ത് എയർപോർട്ടിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പർ പിന്നെ പോകാനായിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചുരുങ്ങിയ കുറച്ച് സമയം അവിടെ ഉണ്ടായിട്ടുള്ളൂ. അതിന് ആ ഒരു നേരത്തെ എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത്. ഇഷ്ടംപോലെ ഭാഗങ്ങൾ ഇവിടെ പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ടുണ്ട് കേട്ടോ. കണ്ട് തീരില്ല, അത്ര ഉണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ ഷിയാബാഗനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യട്ടെ, വീഡിയോസൊക്കെ ഒന്ന് എടുക്കട്ടെ വെച്ചിട്ട് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ സമയത്ത് കാക്കു ഷോപ്പൊക്കെ അടച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഉറങ്ങാറ് എന്നൊക്കെ പറഞ്ഞല്ലോ. ആ ഒരു സമയമാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. മക്കൾക്കൊക്കെ ചെറിയ മോക്കൊന്നും ഉറക്കത്തിൻ്റെ യാതൊരു ഇതും അവളിലില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ നമ്മൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന ഒരു സമയമുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സമയമായിരുന്നു വീഡിയോ എടുക്കാനും. പിന്നെ നമുക്ക് തന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. കാരണം സൂര്യൻ ഉദിച്ച് വരുന്ന ഒരു സമയമൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിനെന്തോ ഒരു സന്തോഷമാണ്. അപ്പോൾ അതാ നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് പോവുകയാണ്. ഇനിയിപ്പം വേറെ കാര്യങ്ങളൊന്നുമില്ല, നേരെ റൂമിലേക്ക് പോവുക, ഉറങ്ങുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.